പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. സദൃശവാക്യങ്ങൾ 25:11. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. എന്ത് സംസാരിക്കണമെന്ന് അനേകർക്കറിയാം, പക്ഷേ എങ്ങനെ സംസാരിക്കണമെന്ന് വളരെ കുറച്ചു പേർക്ക് അറിയൂ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നാണ് യേശുവിനെ കുറിച്ച് തൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞത്. ലാവണ്യ വാക്കുകളെന്നാണ് തൻ്റെ സംസാര ശൈലിയെപ്പറ്റി പോലും പറഞ്ഞിരിക്കുന്നത്. ഉചിതമല്ലാത്ത സംസാരം ഇന്ന് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പ്രിയരെ, കുറ്റപ്പെടുത്തലിൻ്റെയും ദോഷാരോപണങ്ങളുടെയും വാക്കുകൾ ഉതിരാതിരിക്കട്ടെ നമ്മിൽ നിന്ന്. പകരം ഉയരട്ടെ സ്നേഹത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും വാക്കുകൾ. പ്രാർത്ഥിക്കാം. നീതിമാനായ ദൈവമേ, എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും അടിയങ്ങളെ പഠിപ്പിക്കണമേ. പ്രശ്നങ്ങൾക്ക് കാരണമാകാതെ പ്രശ്ന പരിഹാരത്തിനുതകുന്ന വാക്കുകൾ പറയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.